ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതൊരു സൺഡേ ദിവസത്തെ ഈവനിങ് വ്ളോഗാണേ. അപ്പോൾ അതാ കുട്ടിമണീസൊക്കെ വെളിയിൽ നിന്ന് കളിക്കുകയാണ്. അത് നല്ല വെയിൽ. ഉറങ്ങിക്കിടന്നപ്പോഴാണ് ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് ഇന്നൊരു കല്യാണമുണ്ട്, പെട്ടെന്ന് റെഡിയായി നിൽക്കുക, ഞാനിതാ വരുന്നു എന്ന്. കുറേ ദിവസമായി ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട്. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളിതാ റെഡിയാകാൻ പോവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് രണ്ടുപേരെ ഒരുക്കാം, അതാണ് ആദ്യത്തെ പ്ലാൻ. അപ്പോൾ ഇതാ മോൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ സ്കാറ്റിംഗ് ക്ലാസ്സിനും കൂടെ വിടാമെന്ന് പറഞ്ഞിട്ടാണ് സ്കാറ്റിങ്ങിൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് വന്ന് മോന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ വേറെ ഒരുക്കങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹെയർ കോംബ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ ഇവർക്ക് പൗഡറൊന്നും യൂസ് ചെയ്ത് കൊടുക്കാറില്ല, വല്ലപ്പോഴും ഇട്ട് കൊടുത്താലായി. അപ്പോൾ ഇന്ന് ഞാൻ പൗഡറൊന്നും ഉപയോഗിക്കുന്നില്ല, ഹെയർ കോംബ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിവൻ്റെ മുടി കോംബ് ചെയ്ത് കൊടുത്താൽ നേരെ ഇരിക്കത്തൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ ഇതാ ഈ ഒരു സിന്ദൂരം ചെറിയൊരു കുറി ഇങ്ങനെ ഇട്ട് കൊടുക്കും, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്തു. പിന്നെ അതാ ഈ ഒരു സ്പ്രേ കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അനിയൻ കൊണ്ടുവന്ന് തന്നതാണ്, നല്ല മണമുണ്ട്. അങ്ങനെ മോൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവർ രണ്ടുപേരെ നേരത്തെ ഒരുക്കി ഇരുത്തിയാൽ പിന്നെ കുഴപ്പമില്ല, അവരുടെ ജോലി അങ്ങ് ചെയ്തോളും. അപ്പോൾ ഇതാണ് മോൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മളിതാ ഒരു വാച്ചും കൂടെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു വാച്ചാണ് കിട്ടുന്നത്. അങ്ങനെ അവനെ സെറ്റാക്കി. അപ്പോൾ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഒരുക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. മോക്ക് ഈ ഒരു ഫ്രോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കയ്യിൽ സിമ്പിളായിട്ടൊരു വളയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മാലയൊന്നും കിട്ടിയില്ല, അപ്പോൾ ഈ ഒരു മാലയാണ് പെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് അനിയത്തി കൊണ്ട് കൊടുത്തതാണ് അവൾക്ക്. അപ്പോൾ ഈ ഒരു മാല ഇട്ട് കൊടുത്തു. പിന്നെ ഡാസ്ലറിൻ്റെ ഐബ്രോ വെച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് കണ്ണും എഴുതി കൊടുത്തു. അത് വെച്ചിട്ട് തന്നെ ഒരു കുഞ്ഞു പൊട്ടും തൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊട്ടൊക്കെ വെച്ചു, കരിയൊക്കെ എഴുതി നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ബോയും ഹെയർ ക്ലിപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക്. ഇനി അടുത്തത് നമ്മുടെ ഊഴാണല്ലോ. അപ്പോൾ 2 കുട്ടുമണിയെ റെഡിയാക്കിയിട്ട് ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി. ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡിയായിട്ട് ഈ പുള്ളിക്കാരനെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കെട്ടിയോൻ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഒരു വികാരമാക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ കളിച്ചിട്ട് വന്നു, ഫ്രഷായി റെഡിയായി, രണ്ടുപേരും കൂടെ ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാനലിലേക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ കാണിക്കുന്ന ഷോയാണ് ഇതൊക്കെ. എന്തായാലും നമുക്ക് കല്യാണത്തിന് പോവാം. അതിനിടയ്ക്കാണ് ട്രാഫിക് പോലീസിനെ കണ്ടത്. ആൾ ട്രാഫിക് സിഗ്നലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ നിന്ന് അച്ഛനും അമ്മയും പിക്ക് ചെയ്യണം. അവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടി നമ്മൾ നേരെ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി. വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി പാടായിരുന്നു. പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.